ഓർക്കുന്നുണ്ടായി വിളി? നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയില് നമ്മുടെ ശ്രീനാഥ് വാസി നമ്മുടെ സൗബിനെ വിളിക്കുന്ന വിളിയാണ്. സൗബിന്റെ ക്യാരക്ടറിന്റെ പേരാണ് കുട്ടേട്ടൻ. ഇപ്പൊ ഇന്ന് 2 ദിവസമായിട്ട് റിയൽ ലൈഫിൽ നമ്മുടെ കുട്ടേട്ടൻ കുടുങ്ങിയിരിക്കുകയാണ്. കൂടെ മഞ്ഞുമൽ ബോയ്സും നമ്മുടെ GST വകുപ്പ് ആയിക്കോട്ടെ, ED ആയിക്കോട്ടെ, ഒക്കെ സൗബിനെ വളഞ്ഞിരിക്കുന്ന സമയമാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് ഇപ്പൊ സൗബിനെ വീട്ടിൽ വന്ന് അവര് തെളിവെടുപ്പ് നടത്തി സൗബിനെ ചോദ്യം ചെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ചില മാധ്യമങ്ങൾ പറയണത് 40 കോടി വെട്ടിപ്പ് നടത്തി കണ്ടെത്തി, ചില മാധ്യമങ്ങൾ 60 കോടി. എന്തായാലും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ച ന്യൂസ് തന്നെയാണ്. എന്താല്ലേ, കോടികളുടെ കണക്കാണ്. 150 കോടി കേരളത്തിൽ നിന്ന് തന്നെ പണം കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി തമിഴ്നാട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതായത് നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ നികുതി ക്രമക്കേട് നടത്തിയ ആദായ നികുതി വകുപ്പ് ED നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. പറവ ഫിലിംസിലെ മറ്റ് നിക്ഷേപകരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് ആദായ നികുതി വകുപ്പിന്റെ നീക്കം. കഴിഞ്ഞ 2 ദിവസമായി കലൂരിലെ പറവ ഫിലിംസിന്റെ ഓഫീസിൽ നടക്കുന്ന ആദായ നികുതി വകുപ്പ് റെയ്ഡിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. നടൻ വരുമാനം കുറച്ചു കാണിച്ചതായി ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നു. നികുതി വെട്ടിപ്പിന്റെ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് ED ആണ് കൈമാറിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. ED കേസിൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് നികുതി വെട്ടിപ്പ് നടന്നതായി സംശയം ഉയർന്നത്. നിലവിലെ അന്വേഷണം മഞ്ഞുമൽ ബോയ്സ് സിനിമ മാത്രം കേന്ദ്രീകരിച്ചല്ല പുരോഗമിക്കുന്നതെന്നാണ് വിവരം. ഡ്രീം ബിഗ് ഫിലിംസ് ഉടമ സുജിത്, റോഡ്വേ വാഹന വിൽപ്പന സ്ഥാപനത്തിന്റെ ഉടമ നജത് എന്നിവർക്ക് പറവ ഫിലിംസിൽ നിക്ഷേപമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പറവ ഡ്രീം ബിഗ് നിർമ്മാണ കമ്പനികൾക്ക് കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് പണം നൽകിയതെന്നും ഇതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുമാണ് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നത്. ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. എസ് ശ്രീകാന്ത്, 24. നമ്മുടെ ED ആണ് ഈ ഒരു കേസ് നമ്മുടെ കേരള GST വകുപ്പിന് കൈമാറിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഞാനല്ല, ന്യൂസ് ചാനലുകാർ പറഞ്ഞത്. അപ്പോൾ അതിൽ എത്ര വരുമാനം കുറച്ച് കാണിച്ച് 40, 60 ഏതാവട്ടെ, അത് കറക്റ്റായിട്ടില്ല. പലതും 40, 60 പറയുന്നുണ്ട്. എത്രയോ ആ എമൗണ്ട് അതിൻ്റെ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട്, വരുമാനം കുറച്ച് കാണിച്ചെന്നാണ് പറഞ്ഞത്. കേരളം തന്നെ ഒരു 150 കോടി നേടിയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മലയാളത്തിൽ എക്കാലത്തെയും ഒരു ഉയർന്ന കളക്ഷനാണ് കേരളത്തിൽ നിന്ന്, പുറത്തുനിന്നല്ല, നമ്മുടെ കേരളത്തിനുള്ളിൽ നിന്നുള്ള ഏറ്റവും വലിയ കളക്ഷനാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് നേടിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ പടം ഇറങ്ങുന്നതിന് മുന്നേ നമ്മുടെ സുശീൽ ശ്യാം പറഞ്ഞിരുന്നല്ലോ, കേരളത്തിൻ്റെ അതായത് മലയാള സിനിമയുടെ സീൻ തന്നെ മാറ്റും എന്ന് പറഞ്ഞ്. അത് പറഞ്ഞ പോലെ തന്നെ ആയിട്ടുണ്ട്. അതിന് ശേഷം സൗബിൻ്റെയും മറ്റുള്ള പറവ ടീംസിൻ്റെ ഒക്കെ സീനും മാറുമെന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ എനിക്ക് ആക്ച്വലി മനസ്സിലാവുന്ന വെച്ചാൽ സൗബിന് ഇപ്പോൾ ഈ പറവ ഈ പ്രൊഡക്ഷൻസ് ഇപ്പോൾ സൗബിൻ്റെ ഫാദർ, പിന്നെ അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് മാനോ ആരാണ് ഒപ്പമുള്ള മാനേജർ ആരാണോ അറിയില്ല, കറക്റ്റ് അല്ല, അദ്ദേഹം കൂടിയിട്ടുള്ള ആണ് ഈ പറവ പ്രൊഡക്ഷൻ ഹൗസ്. ഇവർക്ക് പ്രോപ്പർ ബിസിനസ് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം കലാപരമായിട്ടൊക്കെ സൗബിൻ അത്രയും ഉയർന്നു നിൽക്കുന്നുണ്ട്, കഴിവുള്ള നടനാണ്. പക്ഷെ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കല ഉണ്ടായിട്ടില്ല. അതിന് വേറൊരു മൈൻഡും വേറൊരു രീതിയാണല്ലോ. ഇപ്പൊ ആദ്യ വകുപ്പിന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ റിട്ടേൺസ് ഒക്കെ ഇവര് ഫയൽ ചെയ്യാൻ തന്നെ നേരം വൈകി. ഒരു റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യാൻ നേരം വൈകി തന്നെ ഇവര് ഇത്രയും വലിയ ഇതല്ലേ, ട്രാൻസാക്ഷൻസ് അല്ലേ, അപ്പൊ എത്രയും പെട്ടെന്ന് അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. പിന്നെ ഇതിൽ പറഞ്ഞത് പുറത്തുനിന്ന് ഒരുപാട് കളക്ഷൻ നേടി മൂവി, അതായത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ അതർ സ്റ്റേറ്റ്സ്. അപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്, കേൾക്കുന്നത്. അപ്പൊ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരു മാസത്തോളൊക്കെ തമിഴ്നാടിനെ മാളുകളിലും സിറ്റീസിലൊന്നും തിയേറ്റർ അല്ല, ഗ്രാമങ്ങളിലൊക്കെ തിയേറ്ററിൽ നിന്ന് ഒരു മാസമൊക്കെ
ഹൗസ്ഫുൾ ഷോ മഞ്ഞുമ്മൽ ബോയ്സ് കളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു മാസമൊക്കെ ഹൗസ്ഫുൾ ആയിട്ടൊക്കെ സിനിമ ഓടുമോ? ഇപ്പോൾ നമ്മുടെ രജനീകാന്ത് ആയാലും കമലഹാസനൊക്കെ ആയാലും ആ പടം കണ്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നെ കമലഹാസന്റെ ഫേമസ് പാട്ട് സോങ് ഉണ്ടായിരുന്നല്ലോ കൺമണി, ആ സോങ് അത്യാവശ്യം ട്രെൻഡായിരുന്നു ഇത് ഈ പടം ഇറങ്ങിയതിന് ശേഷവും. പിന്നെ എന്ത് ചെയ്യുന്ന ഇപ്പൊ തന്നെ ഗുണാക്കേവ്, കൊടൈക്കനാലില്, അതൊക്കെ കൊണ്ടിട്ടും തമിഴ് പ്രേക്ഷകര് സിനിമ കാണും. ഓക്കെ, ഇപ്പോ നമ്മുടെ മുന്നത്തെ പണ്ട് ഇവന്റെ പടം ഓടിയല്ലോ, നെയ്മ്പോളിന്റെ പടം അത്യാവശ്യം കളക്ഷൻ നേടിയതാണ്. ഇപ്പൊ ഇതിലുള്ള സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ കള്ളപ്പണം അത് വെളുപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മേഖല ആയിട്ട് സിനിമാ ഫീൽഡ് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് തന്നെ ഇപ്പൊ കേരളത്തില് മറ്റുള്ള തിയേറ്ററിലൊക്കെ ഇങ്ങനെ ഹൗസ്ഫുൾ ആയാൽ തന്നെ അല്ലാതെ കളക്ഷൻ നേടി പറഞ്ഞാൽ വേറെ ഈ ഉൾഗ്രാമങ്ങൾ തമിഴ്നാട് അതർ സ്റ്റേറ്റ്സില് ഉൾഗ്രാമങ്ങളൊക്കെ ഹൗസ്ഫുള്ളാന്ന് കാണിക്കുക. റിയലി എന്താണ് അത്രയും ആളുകൾ പടം കാണുന്നുണ്ടാവില്ല, പക്ഷെ എന്നും ഹൗസ്ഫുൾ ആയിട്ട് ആ ടിക്കറ്റിന്റെ ക്യാഷ് ഈ കള്ളപ്പണം ആരാണ് വെളുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ ഇതിലേക്ക് നിക്ഷേപിക്കും. അത് ഈ ഒന്നും അറിയാതെ നമ്മുടെ സൗബിന്റെ പറവ ടീംസിന്റെ ഒക്കെ അക്കൗണ്ട്സ്ക്ക് അവരൊരു വിഹിതം വരും. ഇതൊന്നും സൗബിന് അറിയണമെന്നില്ല എന്താണ് ഇത് എന്താണ് കള്ളപ്പണം വെളുപ്പിച്ചാണോ എന്താ ഒന്നും അറിയണില്ല. അപ്പൊ ഇത് വന്നിട്ട് ആ വിട്ടുവന്നെ അത് തിരിച്ചെടുത്തു പോകും. പക്ഷെ സൗബിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ആ ഒരു വരുമാനം വന്നതായിട്ട് കാണും. സൗബിൻ അത് എന്താണ് മൂടി വെച്ചതെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഫണ്ട്, അതായത് എത്രയാണോ നികുതി പണം അത് സൗബിന് അടക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ സൗബിൻ ഇത് പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രോപ്പറായിട്ടുള്ള ബിസിനസ് കാര്യങ്ങൾ അറിയാതെ ഇതിൽ വീണ് പോയതാണ്, മറ്റുള്ളവർ കരുവാക്കിയതാണെന്നും കൂടി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറെ കളികളും നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ. പ്രത്യേകിച്ച് ഒരുപാട് സിനിമകൾ 100 കോടി 200 കോടി 150 കോടി, പണ്ടൊക്കെ 50 കോടി, ഇപ്പൊ 100 കോടിയാണൊക്കെ. ഇതൊക്കെ റിയൽ ആയിട്ട് ആൾക്കാർ കാണുന്നുണ്ടാ? ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇതിനെ ഈ അതർ സ്റ്റേറ്റ്സിലൊക്കെ ഇങ്ങനെ പൈസ നിക്ഷേപിച്ചു കഴിഞ്ഞാല് നല്ല സുഖമായില്ലേ? നമുക്ക് വിചാരിക്കാം ആരിപ്പം കാണുന്നില്ല, എന്താണ് വിചാരിക്കും എന്താണ് കളക്ഷൻ നേടിയതാണ് മറ്റേതാണ് മറിച്ചാന്നൊക്കെ. ഏതായാലും നമ്മുടെ മുൻനിര താരങ്ങളുടെയൊക്കെ കളക്ഷന് റിയൽ ആണോ എന്നുകൂടി ഈ ഒരു കൂട്ടത്തിൽ നമ്മുടെ GST വകുപ്പും ED ഒക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ നന്നായിരുന്നു. ഏതായാലും എനിക്ക് നമ്മുടെ ഇവനോട് ശ്രീനാഥ് ബാസിനോട് പറയാനുള്ളത്, ഇപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത്, കുട്ടേട്ടൻ പെട്ടു ഗെയ്സ്, കുട്ടേട്ടൻ പെട്ടടാ, നന്നായിട്ട് കുട്ടേട്ടൻ പെട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയായാലും ഇപ്പം സോബിൻ്റെ ക്യാഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിലും അത് എങ്ങനെയായാലും അടച്ചേ മതിയാവും.